നാട്ടിൽ പോകുമ്പോൾ സാധാരണ ആളുകൾ കൊണ്ടുപോകുന്ന സാധനമാണ് ഈ ഇരിക്കുന്ന ടൈഗർ ബാം, വിക്സ്, കോടാലിച്ചാപ്പ്, പിന്നെ പച്ചത്തൈലം, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അച്ഛൻ അതൊക്കെ പറയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേട്ടനും അണ്ണനും കൂടെ അവിടെ ഹെയർ കളർ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും ബീവും കൂടെ അവിടെ ഫോട്ടോയൊക്കെ എടുത്ത് കറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഈ ഒരു കണ്ണാടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ നമ്മുടെ റൂമിൽ കൊണ്ടുവന്നാൽ എൻ്റെ മോനത് ഒറ്റയടിക്ക് താഴെയിട്ട് പൊട്ടിക്കും. അതുകൊണ്ട് നമ്മളത് മേടിക്കുന്നില്ല. ഇനി ഭാവിയിൽ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും മേടിക്കണമെന്ന് തോന്നിയാൽ മേടിക്കാം. ഈ ഒരു സംഭവം കണ്ടോ, ഇതൊക്കെ മറ്റേ ഹാമ്പർ ഇല്ലേ, അതൊക്കെ സെറ്റ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വയ്ക്കുന്ന കൂടെയായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പോയാൽ ഇതുപോലെ ഒന്നും കാണാൻ പറ്റത്തില്ല ഗൈസ്. ലുലു മാളിലൊക്കെ പോയാൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലല്ലാതുള്ള ഷോപ്പുകളിലൊന്നും ഇങ്ങനത്തെ ഒരു വ്യൂസ് ഒന്നുമില്ല. നല്ല മിററൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിമൊക്കെ, അടിപൊളി ഫോട്ടോ ഫ്രെയിമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 6-7 ദറംസിനൊക്കെ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ചെറുത് കേട്ടോ. ഇത് ഞാനടുത്ത് എന്തുകൊണ്ടോ 10-12 ദറംസാണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഈ കല്യാണത്തിനൊക്കെ സ്ഥിരം ഗിഫ്റ്റ് കൊടുക്കുന്ന സംഭവങ്ങളില്ലേ, ഈ വാൾ ഫ്രെയിം, അത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, പല മോഡലിൽ. പിന്നെ ഗണപതിനെയും മുരുകനെയൊന്നും കിട്ടത്തില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രീം ക്യാച്ചറൊക്കെ കണ്ടില്ലേ, ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡ്രീം ക്യാച്ചർ. പിന്നെ ഇതൊക്കെ വാൾ ഹാങ്ങേഴ്സാണ്. അച്ഛൻ അവിടെ സാധനങ്ങളൊക്കെ തപ്പി പറക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പോയി എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. ഈ കപ്പൊക്കെ ഉണ്ടല്ലോ, അടിപൊളി കപ്പാണ്. 3 ദറം 4 ദറംസൊക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിത് റൂമിലേക്ക് നടന്ന് പോവുകയാണ് കേട്ടോ. തിരിച്ചു വന്നപ്പോൾ അയാൻ്റെ സ്ട്രോളർ നമ്മൾ ട്രോളി ആയിട്ട് ഉപയോഗിച്ചു. എന്നിട്ട് അയാനെ എടുത്തോണ്ടാണ് വന്നത്. അയാനിപ്പോൾ ചെറുതായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റോഡിലൊന്ന് നടത്താമെന്ന് വിചാരിച്ചിട്ട് അച്ഛനും ചേട്ടനും കൂടെ നടത്തിക്കുകയായിരുന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.